ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ മാനസ് പറയാ? മാഗ്നിഫിക്കേഷന്റെ വാല്യൂ -1 ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? -1 മാഗ്നിഫിക്കേഷന്റെ വാല്യൂ. ഉറക്കെ പറ കേൾക്കുന്നില്ല. സെയിം സൈസ് ആയിരിക്കും. പിന്നെ ഒബ്ജക്റ്റ് എവിടെ വച്ചേക്കണമെന്നൊക്കെ നമുക്ക് വേണ്ടി പറയാലോ. അറ്റ് സിയിലായിരിക്കും അല്ലെ. ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് അല്ലായിരിക്കും? അതും സെയിം ആയിരിക്കും. ഓക്കെ. പിന്നെ എന്താ പറയാൻ പറ്റുക? റിയൽ ആണോ വിർച്വൽ ആണോ? റിയൽ ആണ്. ഓക്കെ. ഇൻവേർട്ടഡ് ആണോ ഇറക്റ്റ് ആണോ? ഓക്കെ. എല്ലാരും ബുക്ക് എടുത്തോട്ടോ. ഒരു പ്രോബ്ലം കൂടി ചെയ്യാനുണ്ട്, എന്നിട്ട് നമ്മള് പവറിലേക്ക് പിടിക്കും കേട്ടോ. പവർ, സൂപ്പർ ഹീറോ, പവർ ഒക്കെ കേട്ടിട്ടില്ല? ഓക്കെ, നമ്മൾ പവർ പഠിക്കും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഏതാ പഠിക്കാം? ഇനി ഒരു പ്രോബ്ലം ഉണ്ട്, അത് ചെയ്തിട്ട് പവറിലേക്ക്. അനശ്വര, ഇപ്പൊ സംസാരിച്ചത് ഇപ്പൊ ഡ്രോപ്പ് ചെയ്തേക്കണം കേട്ടോ. മാക്സിമം പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് പ്രോബ്ലത്തിലേക്ക് കടന്നോളാം കേട്ടോ. ഓക്കെ, ഇനി അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് സംസാരിച്ച് പോരുന്ന പറഞ്ഞു. എങ്ങനെയാ ബോർഡ് എന്നൊക്കെ പറഞ്ഞാൽ ബോർഡ് ഇപ്പൊ പകുതിയുള്ളതായിരിക്കും അല്ലെ? എങ്ങനെയാ? കുഴപ്പമില്ലോ? കാണാൻ പറ്റുന്നില്ലേ? അമീൻ ഷാജിക്ക് കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, എഴുതിക്കോളൂ. ഒരു ഫിഗർ ആണ് ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ആ ഫിഗർ ഒന്ന് കോപ്പി ചെയ്യാം. ഫിഗറിൽ തന്നിരിക്കുന്നത് ഒരു ആക്സിസ്, പ്രിൻസിപ്പൽ ആക്സിസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ലൈൻ, ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ആ ലൈൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി 2 ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, M ആൻഡ് N. ഓക്കെ, എന്നിട്ട് അവർ അതിന്റെ ലെഫ്റ്റിലായിട്ട് 2F എന്നും F എന്നും മാർക്ക് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ നിങ്ങളോട് ചോദിച്ചോളാം കേട്ടോ. ഓക്കെ, അതുപോലെ റൈറ്റ് സൈഡിലും F എന്നും 2F എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ F1 F2 എന്ന് കൊടുത്തോ, റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ F1 2F1 എന്ന് കൊടുത്തോ, റൈറ്റ് സൈഡിൽ F2 2F2 എന്ന് കൊടുത്തു. എന്നിട്ട് അവര് ഇതിന്റെ റൈറ്റിൽ എന്തോ ഒരു ആരോ പോലെ എന്തോ ഒരു സാധനം ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. അതും എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, ഞാൻ ചോദിച്ചോളാം. അനശ്വരയുടെ അടുത്ത് ചോദിച്ചോളാം. ഓക്കെ, എന്നിട്ട് അവര് ഇതിന് പാരലൽ ആയിട്ടൊരു ലൈൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇതെങ്ങനെ വരച്ചിട്ടുണ്ട്, എന്നിട്ട് അത് എഫ് കൂടെ പോകുന്നതും കാണിച്ചിട്ടുണ്ട്. ഈ ലൈൻ ഇങ്ങനെ എഫ് കൂടെ ഇങ്ങനെ വരച്ചേക്കണം. ഓക്കെ, എന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ലെൻസ് MN റെപ്രസെന്റ്. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ലെൻസ് MN റെപ്രസെന്റ്.
MN റെപ്രസെന്റ് ചെയ്യുന്ന പ്ലെയിൻ ലെൻസ് അല്ലെ. ഓക്കെ. B question. What are the characteristics of image? What are the characteristics of image? C question. Complete the ray diagram. ഇതിനെ വരയ്ക്കാനുണ്ടല്ലേ. കംപ്ലീറ്റ് ദ റേ ഡയഗ്രം. ഇതൊക്കെയാണ് ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ലെൻസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ലെൻസ്, രണ്ടാമത്തെ ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, മൂന്നാമത്തെ കംപ്ലീറ്റ് ദ റേ ഡയഗ്രം. ഓക്കെ, എന്താ അനശ്വര ഇതെന്താ വരച്ചു വെച്ചിരിക്കുന്നത്? അത് അതിന്റെ ബാക്കി നമ്മൾ വരയ്ക്കാനുള്ളത് ഇമേജ് ഫോർമേഷൻ. ഇമേജ് അല്ല, ഇത് ഇമേജ് ഫോർമേഷൻ ആണ്. ഈ MN റെപ്രസെന്റ് ചെയ്യുന്ന ലെൻസ് ഏതാ? പ്ലെയിൻ ലെൻസ് ആണോ? പ്ലെയിൻ ആയിരിക്കൂല, നമ്മൾ അതിന് ബാക്കി കൂടി വരയ്ക്കുമ്പോ അത് ഫോക്കസിൽ. അതെ, ഈ MN എന്ത് ലെൻസിനെ അവർ റെപ്രസെന്റ് ചെയ്യുന്നത്? MN ആർക്ക് പറയാം? ഈ MN എന്ത് ലെൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? കൈവക്കിയിട്ട് ആ അനശ്വരിക്ക് കാണിച്ചു കൊടുത്ത എല്ലാവരും മുഖത്തിന് നേരെ പിടിച്ച് അറിയാവുന്നവര് മാത്രം. ഓക്കെ ഓക്കെ, ആരാ പറയാ? അലൈന ഒന്ന് പറഞ്ഞ, ഇത് എന്ത് ലെൻസാ? കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ. ഓക്കെ, ഇത് കാണുമ്പോ പ്ലെയിൻ ഒന്നും എഴുതി വെച്ചേക്കരുത്, അങ്ങനെയൊക്കെ കാണാറുണ്ട് കേട്ടോ. പ്ലെയിൻ ലെൻസ് എന്നൊരു ലെൻസ് ഇല്ല. പ്ലെയിൻ ആയി കഴിഞ്ഞാൽ പിന്നെ അതിനെ ലെൻസ് എന്ന് വിളിക്കില്ല കേട്ടോ. ഓക്കെ, അപ്പോ ഇത് MN എന്ന് പറയുന്ന ആ ഒരു ലൈൻ ഒരു ലെൻസിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, ആ ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ്. ഓക്കെ, കോൺവെക്സ് ലെൻസ്. ഇനി രണ്ടാമത്തത് ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ആർക്ക് പറയാം ഇതിന്റെ ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? നമ്മൾ ഇത്രയും പഠിച്ച് ഫുൾ ഇമേജ് ഫോർമേഷൻ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഒന്ന് കൈവക്കി ഒന്ന് കാണട്ടെ. അഫിനൊന്നും അറിയില്ല. മുഹമ്മദ് അയാനും അറിയില്ല. മുഖത്തിന് നേരെ പിടിക്കാന്, മുഖത്തിന് നേരെ പിടിച്ച്, അല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പിടിച്ച് ഞാൻ ഇങ്ങനെ കാണാം. ഓക്കെ ഓക്കെ, ഒരാളെ പറയാം, ഞാൻ ഒരാളെ വിളിച്ചോളാം. ആശ്രമോള് പറഞ്ഞു, എന്തൊക്കെയാ ഇമേജിന്റെ പ്രത്യേകത? ഇൻവേർട്ടഡ് ആണ്, പിന്നെ ഡിമിനിഷ്ഡ് ആണ്, പിന്നെ ഇൻവേർട്ടഡ് ആണ്, ഡിമിനിഷ്ഡ് ആണ്, റിയൽ ആണ്. ഈ ഡിമിനിഷ്ഡ് ആണെന്ന് എങ്ങനെ കിട്ടിയേ? സിയുടെ മുന്നിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ഞാൻ ഇന്നലെ പലതവണ പറഞ്ഞാണ്, സിയുടെ മുന്നിൽ ഒബ്ജക്റ്റ് ഇരുന്ന ഡിമിനിഷ്ഡ് ഇമേജ് ആണോ കിട്ടുക? ആണോ കിട്ടുക? എൻലാർജർ ആണ് കിട്ടുക കേട്ടോ. അത് മറക്കരുത് കേട്ടോ. നിങ്ങൾ ഈ എൻലാർജറും ഡിമിനിഷ്ഡ് കൺഫ്യൂഷൻ ആണോണ്ടാ ഞാൻ പറഞ്ഞത്. സിയുടെ മുന്നിലേക്ക് ഒബ്ജക്റ്റ് പോയി കഴിഞ്ഞാൽ അതിങ്ങനെ വരും. അത് കുഞ്ഞ് ഇമേജ് ആണ്. നമ്മൾ ആ ഇൻഫിനിറ്റി ഫോക്കസ് ചെയ്ത കുഞ്ഞ് ഇമേജ് ഇങ്ങനെ പിന്നെ വലുതായി സിയിലേക്ക് എത്തിയപ്പോ സെയിം സൈസ് ആയി. പിന്നെ എന്ത് ചെയ്യുകയാണ് ചെയ്യുക? പിന്നെ എൻലാർജ്, പിന്നെ കുറഞ്ഞു വീണ്ടും ചെറുതാവണം ചെയ്യുക. അല്ല, എൻലാർജ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ സിയുടെ മുന്നിലാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അവിടെ എഴുതി വെച്ചോ, എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുക. ഓക്കെ, എൻലാർജ്ഡ് ഇമേജ്. ഇനി അത് എഫിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ അത് ഹൈലി എൻലാർജ്ഡ് ആയിട്ട് മാറും. ഇനി എഫിൽ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഇമേജിന്റെ പ്രത്യേകത തന്നെ മാറിപ്പോകും. ആ റിയൽ ഇമേജ് മാറിയിട്ട് വിർച്വൽ ഇമേജ്, അപ്പോഴും എൻലാർജ്ഡ് ഇമേജ് തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് സിയുടെ മുന്നിലേക്കാണെങ്കിൽ എൻലാർജ്ഡ്, സിയുടെ പുറയിലേക്കാണെങ്കിൽ ഡിമിനിഷ്. അത് മറക്കരുത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതിന്റെ റേ ഡയഗ്രം കംപ്ലീറ്റ് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ഫിഗർ ഒന്നോടെ വരയ്ക്കണമെന്നില്ല, അതിൽ തന്നെ വരച്ചൊന്ന് കംപ്ലീറ്റ് ചെയ്തേ. ഈ റേ ഡയഗ്രം ഒന്ന് പെട്ടെന്ന് വരച്ച് കംപ്ലീറ്റ് ചെയ്തേ. ഞാനൊന്ന് കാണട്ടെ എന്നിട്ട്. വരച്ചു കഴിഞ്ഞാ? വരച്ചു കഴിയാത്തവരുടെ കൈവക്കി. വരച്ചു കഴിയാത്തവരുടെ കൈവക്കിക്ക്. ആ ഓക്കെ, പെട്ടെന്നാണ് പെട്ടെന്നാണ്.
കഴിഞ്ഞല്ലോ. ഇനി ഒന്ന് കാണിച്ച് ഞാൻ നോക്കട്ടെ, എല്ലാവരും വരച്ചേക്കുന്ന ഒന്ന് ക്യാമറ കാണിച്ച് നോക്കട്ടെ. കണ്ടേ? ഓക്കെ, സിയുടെ പുറകിൽ തന്നെ കിട്ടി എല്ലാവർക്കും. ഒപ്റ്റിക് സെന്ററിൽ കൂടെ വരയ്ക്കുക, സിയുടെ പുറകിൽ ഇമേജ് ഫോം ചെയ്യൂലേ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഇത് ആരൊക്കെ കാണിക്കുന്നില്ല? അത് ദിയെ കാണിക്കുന്നില്ലേ? ദിയ ഒന്നും ഞങ്ങളുടെ ടീമിൽ ഇല്ലാത്തയാണോ? ഓക്കെ. അമാന സ്വാലിയുടെ കാണുന്നില്ല. അമാന ബാക്കി എല്ലാവരും അധികം അമാന സ്വാലിയുടെ ഫിഗറെ കാണുന്നില്ലോ. റേഡ് അത് മുകളിലാണ്. ഓക്കെ ഓക്കെ. എല്ലാവർക്കും 2F ന്റെ പുറകിൽ തന്നെ കിട്ടിയില്ലേ? 2F2 പുറകിൽ തന്നെ കിട്ടി. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, കഴിഞ്ഞോ? അങ്ങനെ നമുക്ക് പവർ പഠിക്കാം. അടുത്ത ഹെഡിങ് കൊടുത്തോ, പവർ. പവർ പവർ എന്ന ഹെഡിങ് കൊടുക്കാം കേട്ടോ. ഫാത്തിമ ഇസ്മായിൽ. ഫാത്തിമ ഇസ്മായിൽ എന്തൊക്കെ പവറുകൾ അറിയാം? കറന്റുമായിട്ട് എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് പവർ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ? ഓക്കെ, പിന്നെ ഫിസിക്കൽ പവർ ഒരു എക്സാമ്പിൾ പറയാമോ? ബാറ്റ്മാൻ, സൂപ്പർമാൻ, മിന്നൽ മുരളി. ഓക്കെ, പിന്നെ ഒരുപാട് ആളുകളുണ്ട് അല്ലെ, പവർ ഉള്ള ആളുകളുണ്ട് അല്ലെ. ഓക്കെ, അതായത് ഓർഡിനറി സാധാരണ മനുഷ്യന്മാരെക്കാളും കൂടുതൽ പവർ അല്ലെ. ഓക്കെ, അച്ചു, സ്പൈഡർമാൻ എന്താ പവർ ഉള്ള? പറഞ്ഞോളൂ, സ്പൈഡർമാന്റെ പവർ എന്താ? അറിയില്ല. ആരെങ്കിലും പറയാമോ? പവർ പറയാമോ? മിന്നൽ മുരളിയുടെയോ ആരെങ്കിലും? ഇല്ല, ആർക്കെങ്കിലും അറിയാമോ? ഇല്ല, നിങ്ങൾ ആരും സിനിമയൊന്നും കാണാം. നിങ്ങൾക്ക് പഠിത്തം കഴിഞ്ഞിട്ട് സമയം കിട്ടാറില്ല. കുഴപ്പമില്ല. ഓക്കെ, പോട്ടെ. ഞാൻ ചോദ്യം വിട്ടു. എന്നാൽ ഞാൻ നിങ്ങളോട് വേറൊരു ചോദ്യം ചോദിക്കാം. എനിക്ക് നിങ്ങള് ലെൻസിന്റെ പവർ എന്താന്ന് പറഞ്ഞു തന്നാൽ. ഓക്കെ, അപ്പൊ ലെൻസിന്റെ പവർ എന്താന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ലെൻസിന്റെ പണി എന്താന്ന് മനസ്സിലാക്കണം അല്ലെ. വാട്ട് ഇസ് ദ ജോബ് ഓഫ് ലെൻസ്? എന്താണ് ലെൻസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ലെൻസിന്റെ ഒരു ബേസിക് ഫംഗ്ഷൻ എന്താണ്? ആർക്ക് പറയാം? ലെൻസിന്റെ ബേസിക് ഫംഗ്ഷൻ എന്താണ് ആർക്ക് പറയാം? പറഞ്ഞോ. ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ പവർ പറയും, ഞാൻ പറയില്ല കേട്ടോ. നിങ്ങൾ തന്നെ പറയണം എന്താണെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടാ കേട്ടോ. ലെൻസിന്റെ പണി എന്താ? ഇത്രയും പഠിച്ചിട്ട് എല്ലാ കഥയും കഴിഞ്ഞിട്ട് ലെൻസിന്റെ പവർ എന്താണെന്ന് വെച്ച് വായും വിളിച്ചിരിക്കണില്ല. വാട്ട് ഇസ് ദ ജോബ് ഓഫ് ലെൻസ്? എന്താ ലെൻസിന്റെ ജോലി? എന്താ? എന്ത് ജോലിയാ ലെൻസ് ചെയ്യുന്നത്? നിങ്ങളുടെ വീട്ടിലെ മുറ്റടിക്കുകയാണോ ചെയ്യാ? എന്താണ് ചെയ്യുക? ലെൻസിന്റെ ജോലി യൂസ് ചെയ്യണ ഇതിലാണോ നമ്മൾ ജോലിക്കാ? പറഞ്ഞോ, അറിയാവുന്ന പറഞ്ഞോ, എന്തെങ്കിലും ആയിക്കോട്ടെ. കണ്ണടയിലൊക്കെ യൂസ് ചെയ്യില്ലേ ഓരോ? ലെൻസ് എന്താണ് ചെയ്യുന്നത്? ലെൻസ് അതായത് ലെൻസിന്റെ ഒരു ബേസിക് ഫംഗ്ഷൻ ഉണ്ടല്ലോ. അതിപ്പോ മാഗ്നിഫൈങ് ഗ്ലാസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ സെക്കൻഡറി ടെർഷ്യറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത് അതിന്റെ ബേസിക് ആയിട്ട് ലെൻസിന്റെ ഫംഗ്ഷൻ എന്താണ്? ആർക്ക് പറയാം? മിടിക്ക് പറഞ്ഞോ. റിഫ്രാക്ഷൻ കറക്റ്റ് ആണ്. ഓക്കെ, ലൈറ്റിനെ റിഫ്രാക്ട് ചെയ്യാം, അതല്ല ലെൻസിന്റെ പർപ്പസ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീടല്ലേ മാഗ്നിഫൈങ് ഗ്ലാസ് ആയിട്ട് യൂസ് ചെയ്യുന്നതും അതുപോലെ പീപ്പ് ഹോൾഡ് യൂസ് ചെയ്യുന്നതും അതൊക്കെ രണ്ടാമത്തെ കാര്യം. ലെൻസിന്റെ ബേസിക് ഫംഗ്ഷൻ എന്നുള്ള എന്താണ്? ലൈറ്റിനെ റിഫ്രാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ലൈറ്റിനെ റിഫ്രാക്ട് ചെയ്യുവാണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇതിനെ ബെൻഡ് ചെയ്യിക്കാൻ പോവാം കേട്ടോ. ഞാനും ബെൻഡ് ചെയ്യുകയാണ്. ആരാണ്? അൽസാബിത്ത് ബെൻഡ് ചെയ്യുകയാണ്. അൽസാബിത്ത് ഇവിടെ ശ്രദ്ധിക്കില്ല കേട്ടോ. ഇവിടെ ശ്രദ്ധിച്ചോ, ഇത് പ്രധാനപ്പെട്ടിട്ട് നിങ്ങൾ തന്നെ പറയും. ലെൻസ് എന്താണെന്ന് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പറയും പവർ എന്താണ്. ഓക്കെ, അപ്പൊ ലെൻസിന്റെ പവർ പറയാൻ പോവാണ്. ശ്രദ്ധിച്ച് കേട്ടോ. അപ്പൊ ഇതിനെ ഞാൻ ബെൻഡ് ചെയ്യിക്കാൻ പോവാം. ഞാനാണ് ആദ്യം ബെൻഡ് ചെയ്യണത്. ഞാനിങ്ങനെ പിടിച്ച് ഇത്രയും ബെൻഡ് ചെയ്യിപ്പിച്ചു. ഓക്കെ, ഞാൻ കഷ്ടപ്പെട്ട് ഇത്രയും ബെൻഡ് ചെയ്യിച്ചു. അൽസാബിത്ത് വന്നിട്ട് ആർക്കാ പവർ കൂടുതൽ? എനിക്കാണോ അൽസാബിത്തിനാണോ? അൽസാബിത്തിനാണെന്നുള്ളൊരു 1 എന്ന് കാണിക്കുക, എനിക്കാന്നുള്ളൊരു 2 കാണിക്കാം. അൽസാബിത്തിനാന്നുള്ളൊരു 1 എന്ന് കാണിക്കുക, എനിക്കാന്നുള്ളൊരു 2 കാണിക്കാം. പെട്ടെന്ന് കാണിച്ചു. ഇതെന്താ എല്ലാവരും അൽസാബിത്തിന് കാണിക്കുന്നത്? അതെ, ആദിൽ മാത്രം എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഭീമ എനിക്ക് സപ്പോർട്ട് ചെയ്യും. ബാക്കി എല്ലാവരും അൽസാബിത്തിനാണ്. എന്തുകൊണ്ടാ? അതെ, അനീറ്റ എന്റെ സപ്പോർട്ട് ചെയ്തു. ഓക്കെ, കുഴപ്പമില്ല.
ഒന്ന് പറഞ്ഞോ. നമുക്ക് ചോദിക്കാം, അൽസാബിത്തിനെ സപ്പോർട്ട് ചെയ്തവരോട് ചോദിക്കാം എന്തുകൊണ്ടാണ് അൽസാബിത്തിനെ സപ്പോർട്ട് ചെയ്തത്. അൽസാബിത്തിനെ എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്തത്? അമാന സ്വാലിഹ എന്തിനാ അൽസാബിത്തിനെ സപ്പോർട്ട് ചെയ്തത്? എന്ത് ചെയ്തു? അൽസാബിത്തെ ഇതിനെ ഇങ്ങനെ പിടിച്ചത് ഇത്രയും ബെൻഡ് ചെയ്യിപ്പിച്ചു ഇതിനെ, അല്ലെ? പക്ഷെ ഞാൻ എത്ര ബെൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ? ഇത്രയല്ലേ ബെൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഓക്കെ, ഇതാണ് പവർ. ഓക്കെ, അപ്പൊ ലെൻസിന്റെ പവർ എന്താണ്? ലൈറ്റിനെ കൺവേർജ് ചെയ്യിക്കാനുള്ള, അല്ലെങ്കിൽ ഡൈവേർജ്, കൺവേർജ് മാത്രമല്ല കേട്ടോ, ഡൈവേർജ് ചെയ്യിക്കാനുള്ള ലെൻസിന്റെ എബിലിറ്റിക്കാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? പവർ ഈസ് ദ എബിലിറ്റി ടു കൺവേർജ് ഓർ ഡൈവേർജ് ലൈറ്റ്. ഓക്കെ, അതാണ് എഴുതി വെക്കുന്നുണ്ടല്ലോ അല്ലെ? അച്ചു മാത്രം പേനെടുത്ത് എഴുതുന്നുണ്ട്, ഫാത്തിമ ചെയ്ത്. ഓക്കെ, എഴുതി എന്താണ് പവർ എന്ന് ആദ്യം എഴുതി വെക്കും. ഓക്കെ, അപ്പൊ പവർ എന്ന് പറയുന്നത് വേറൊരു ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ഡിഗ്രി ഓഫ് കൺവേർജൻസ് ഓർ ഡൈവേർജൻസ് എന്ന് പറയാം. ഡിഗ്രി ഓഫ് കൺവേർജൻസ് ഓർ ഡൈവേർജൻസ്, അതായത് എത്രമാത്രം ലൈറ്റിനെ അത് ബെൻഡ് ചെയ്യിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പവർ എന്ന് പറയുന്നത്. ഓക്കെ, it is the ability of a lens to converge or diverge light. Okay, കഴിഞ്ഞു. ഓക്കെ, അങ്ങനെയാണ് ഞാനതിന് ഇനി വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. പവറും ഫോക്കൽ ലെങ്തും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഓക്കെ, അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഫോക്കൽ ലെങ്ത് വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ പവറും ഫോക്കൽ ലെങ്തും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ? ഓക്കെ, നമ്മളിപ്പോ കൂടുതലും കേൾക്കുക ഫോക്കൽ ലെങ്ത് എന്നായിരിക്കില്ല അല്ലെ? നമ്മളിപ്പോ ലെൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോ എങ്ങനെയാ പറയാ? ആരാ ലെൻസ് യൂസ് ചെയ്യുന്ന ആരാ ഉള്ളത്? അയ്യോ, ഹന ഫാത്തിമ. ഹന ഫാത്തിമ ഷോർട്ട് സൈറ്റ് ആണോ ലോങ് സൈറ്റ് ആണോ എന്താണ്? അതോ പ്ലെയിൻ ഗ്ലാസ് ആണോ? എന്താ സംഭവം? ഷോർട്ട് സൈറ്റ് ആണ്. ഹന ഫാത്തിമ എങ്ങനെയാണ് അവിടെ ചെന്നിട്ട് പറഞ്ഞത് ലെൻസ് വേണമെന്ന് പറയുമ്പോൾ ഇത്ര എനിക്ക് 15 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്തിന്റെ ലെൻസ് വേണമെന്നാണോ പറഞ്ഞത്, അതോ പവറിന്റെ ലെൻസ് വേണമെന്നാണോ പറഞ്ഞത്? പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല, ചുമ്മാ എടുത്തു തന്നു. പറഞ്ഞോളൂ. പവറാ പറഞ്ഞല്ലേ? ഫോക്കൽ ലെങ്ത് യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ ഫോക്കൽ ലെങ്തും പവറും തമ്മിലൊരു ലെൻസിന്റെ പവർ. ഓക്കെ, അപ്പൊ ഫോക്കൽ ലെങ്തും പവറും തമ്മിലൊരു ഭയങ്കര റിലേഷൻഷിപ്പ് ഉണ്ട്. അതെന്താണെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഞാൻ ഈ ബോർഡ് ഒന്ന് ഷെയർ ചെയ്യാം, ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. എന്താണ് ഫോക്കൽ? അതാണ് പവറിന്റെ പ്രോബ്ലംസ്. നിങ്ങളുടെ ഫോക്കൽ ലെങ്ത്, ഫോക്കസ് ഏരിയയില് ഇതുള്ളതാണ് കേട്ടോ, പവർ ഉള്ളതാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ. ഓക്കെ, പവറും ഫോക്കൽ ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ലെൻസ് വരയ്ക്കുകയാണ്. ഓക്കെ,
ഓക്കെ, ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. ഇതിന്ന് ലൈറ്റർ വരുവാണ്. ഓക്കെ, പാരലൽ ആയിട്ട് ലൈറ്റർ ഇതിലേക്ക് വരുവാണ്. പാരലൽ ആയിട്ട് ലൈറ്റർ വരുന്നു. നൈറ്റ് ചെയ്യണേ. ഇവിടെ നോക്കിക്കോട്ടോ. ഒരു കോൺവെക്സ് ലെൻസ് ഓക്കെ, അതിലേക്ക് പാരലൽ ആയിട്ട് ലൈറ്റ് റേ വരുവാണ്. ഓക്കെ, ഇതാ പാരലൽ ആയിട്ട് ലൈറ്റ് റേസ് വരുവാണ്. ശരിക്കും ശ്രദ്ധിച്ചോളൂ കേട്ടോ, ശരിക്കും ശ്രദ്ധിച്ചോളണേ. എന്നിട്ട് ഈ ലൈറ്റ് റേ കൺവേർജ് ചെയ്യുവാണ്. കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അത് കൺവേർജിങ് ലെൻസ് ആണ്. ഈ ലൈറ്റ് റേ കൺവേർജ് ചെയ്തു. ഓക്കെ, ഈ ലൈറ്റ് റേ കൺവേർജ് ചെയ്ത് പ്രിൻസിപ്പൽ ആക്സിസിൽ ഏതോ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തു. ഓക്കെ, ആ പോയിന്റിനെ എന്തോ വിളിക്കൂല അഫ്ര? ആ പോയിന്റിനെ എന്തോ നമ്മൾ വിളിക്കൂലോ? ഫോക്കസ് എന്ന് വിളിക്കൂ അല്ലെ? ഓക്കെ, ആ പോയിന്റ് ആണ് ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടുന്ന് കൺവേർജ് ചെയ്ത് ഫോക്കസ്, അതുപോലെ താഴേന്നും പാരലായിട്ട് ചെന്ന ലൈറ്റ് റേ കൺവേർജ് ചെയ്ത് ഫോക്കസിന് മീറ്റ് ചെയ്തു. ഓക്കെ, ഫോക്കസ് എഫ്. ഞാൻ ഇതിന്റെ ഫോക്കൽ ലെങ്ത് എഴുതുകയാണ്, ഈ ഒരു ഡിസ്റ്റൻസ്. ഓക്കെ, ഇതിപ്പോ സപ്പോസ് നമുക്കൊരു 20 സെന്റിമീറ്റർ ആക്കാം. 20 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ഫോക്കൽ ലെങ്ത്. കുഴപ്പമില്ലല്ലോ. മറ്റൊരു കോൺവെക്സ് ലെൻസ് ഞാൻ എടുക്കുവാണ്. ശരിക്കും കേട്ടോട്ടോ, നിങ്ങൾ പവറും ഫോക്കൽ ലെങ്ത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ നിങ്ങൾ തന്നെ പറയാൻ പോവാണ് കേട്ടോ. ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയാൻ പോവാണ്. ഇതാ കണ്ടോളൂ, പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു അല്ലെ? പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകുന്ന ലൈറ്റ് റേ വരച്ചു. ആഫ്റ്റർ റിഫ്രാക്ഷൻ ലൈറ്റ് റേ കൺവേർജ് ചെയ്തു. പക്ഷെ ഇത് ഫോക്കൽ ലെങ്ത് ഒരു അല്പം കൂടിയ ഒരു ലെൻസ് ആണ് കേട്ടോ. ഫോക്കൽ ലെങ്ത് കുറച്ച് കൂടിയ ഒരു ലെൻസ് ആണ്. അപ്പൊ ഇത് കുറെ കൂടി മാറിയിട്ട് ഇത് കൺവേർജ് ചെയ്തു. ഓക്കെ, ഇതിങ്ങനെ ചെന്ന് ഇവിടെ കൺവേർജ് ചെയ്തു, മീറ്റ് ചെയ്തു എഫ്. ഞാൻ ഇതിന്റെ ഫോക്കൽ ലെങ്ത് അളന്നു, 15 സെന്റിമീറ്റർ. ഏത് ലെൻസിനായിരിക്കും പവർ കൂടുതൽ? നോക്കി, ഫോക്കൽ ലെങ്ത് കുറവുള്ള ലെൻസിനാണോ ഫോക്കൽ ലെങ്ത് കൂടുതലുള്ള ലെൻസിനാണോ? കണ്ണടച്ചേ, കണ്ട ആൻസർ നോക്കിയിട്ട് മതി. ഫോക്കൽ ലെങ്ത് കുറവുള്ളതിനാണോ ഫോക്കൽ ലെങ്ത് കൂടുതലുള്ളതിനാണോ? ഓക്കെ ആണല്ലോ. ഓക്കെ, എന്നാ കണ്ണടച്ചോ, കണ്ണടച്ചോളൂ എല്ലാരും കണ്ണടച്ചേ. ഫോക്കൽ ലെങ്ത് കൂടുതലുള്ളതിനാണ് പവർ കൂടുതൽ എന്നുള്ളവരൊന്ന് കൈവയ്ക്ക്.
ഫോക്കൽ ലെങ്ത് കൂടുതലുള്ളതിനാണ് പവർ കൂടുതലുള്ളവര്? കൈവെക്കൂ. കണ്ട ഇല്ല, കുറച്ചു പേർക്ക് സംശയമാണ്. 2-3 പേരുണ്ട്. ബാക്കി ആരും കൈവെക്കും. ഫാത്തിമ ഇസ്മായിൽ കൈവെക്കോ? ഓക്കെ. ഷബാന കൈവെക്കി. ഓക്കെ. ഫാത്തിമ ഇർഫാൻ. ഓക്കെ. നിങ്ങളൊന്ന് കണ്ണു പറഞ്ഞേ. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഞാൻ നേരത്തെ ഇത് കാണിച്ചില്ലേ? ഇത് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, ദേ ഇത്ര ഓടിക്കുന്ന ആൾക്കാണോ പവർ കൂടുതൽ, ഇത്ര ഓടിക്കുന്ന ആൾക്കാണോ പവർ കൂടുതൽ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്താ പറഞ്ഞേ ഷബാന? ഇത്രേ ഓടിക്കുന്ന ആൾക്കാണോ പവർ, ഇത്രേ ഓടിക്കുന്ന ആൾക്കാണോ പവർ? രണ്ടാമത് കാണിച്ച. അപ്പൊ ഇത് ഞാൻ ഓടിച്ചതല്ലേ? ഇത് ഞാൻ ഓടിച്ച പോലത്തെ കേസല്ലേ? അല്ലെ? ഇതല്ല അൽസാബിത്ത് ഓടിച്ച പോലത്തെ കേസ് അല്ലെ? അപ്പൊ കൂടുതൽ ബെൻഡ് ചെയ്യിച്ചതാരാ? കൂടുതൽ അതിനെ ബെൻഡ് ചെയ്യിച്ചതാരാ? 1 ആണോ 2 ആണോ? ഫോക്കൽ ലെങ്ത് കൂടിയതാണോ ഫോക്കൽ ലെങ്ത് കുറഞ്ഞാണോ ഷബാന? ഫോക്കൽ ലെങ്ത് അല്ലേ? ഫോക്കൽ ലെങ്ത് കുറയുമ്പോ എന്ത് ചെയ്യും? അത് കൂടുതൽ ബെൻഡ് ചെയ്യുകയല്ലേ ചെയ്യുക. ഓക്കെ. അപ്പൊ ലെൻസിൽ പവർ കൂടിയത്, ലെൻസിൽ മിടുക്കൻ ആരാണ്? ലെൻസിൽ പവർ കൂടിയ ലെൻസ് എന്ന് പറയുന്ന ഫോക്കൽ ലെങ്ത് കുറഞ്ഞ ലെൻസാണ്. ഓക്കെ. അതായത് ഫോക്കൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ പവർ ഡിക്രീസ് ചെയ്യും. എഴുതിക്കോളൂ. ഫോക്കൽ ലെങ്ത് കൂടുമ്പോൾ പവർ കുറയും. ഒരു ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ഇൻക്രീസ് ചെയ്താൽ ലെൻസിന്റെ പവർ ഡിക്രീസ് ചെയ്യും. ഓക്കെ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ താഴെ ഈ ഫിഗർ വരച്ചു വെച്ചു. ഈ ലുലു അൽസാബിത്ത് എഴുതണ്ട. And focal length increases, power decreases and vice versa. തിരിച്ചു കേട്ടോ. ഫോക്കൽ ലെങ്ത് കുറഞ്ഞാൽ പവർ കൂടും, പവർ കുറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് കൂടും. അലൈന. Yes sir. അലൈനയുടെ അപ്പൊ ഫോക്കൽ ലെങ്ത് കൂടിയ ലെൻസ് ആണോ ഫോക്കൽ ലെങ്ത് കുറഞ്ഞ ലെൻസ് ആണോ? ഫോക്കൽ ലെങ്ത് അല്ല, പവർ എത്രയാ ലെൻസിന്റെ? പവർ -4 സംതിങ്. -4 ആണ്. അപ്പൊ അത്യാവശ്യം പവറുള്ള ലെൻസ് ആണ് അല്ലെ? അപ്പൊ ഫോക്കൽ ലെങ്ത് അതിന് കുറവായിരിക്കും കൂടുതലായിരിക്കും? ഫോക്കൽ ലെങ്ത് കുറവായിരിക്കും. കുറവായിരിക്കും. ഓക്കെ. ഈ മൈനസ് എന്താ? കോൺകേവ് ആയോണ്ട്. കോൺവെക്സ് ആണെങ്കിലോ? പ്ലസ് വരും. പ്ലസ് വരും. ഓക്കെ. ഓക്കെ. അപ്പൊ കോൺവെക്സ് മാത്രം വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ വേണ്ട, ഇത് കോൺവെക്സിന് മാത്രമാണോ എന്ന്. അല്ല, കോൺകേവിലും ഉണ്ട്. ഓക്കെ. അപ്പൊ കോൺകേവിൽ വരുമ്പോ എങ്ങനെയാ? ഇത് നോക്കിക്കോ. കോൺകേവിൽ വരുമ്പോ കോൺകേവ് ലെൻസ് ആവുമ്പോ ഞാൻ ദേ പാരലായിട്ട് ഒരു റേ വരച്ചു കഴിഞ്ഞാൽ അത് പാരലായിട്ട് ലൈറ്റർ ചെല്ലുന്നു. അത് എന്ത് സംഭവിക്കും മുഹമ്മദ്? എന്ത് സംഭവിക്കും? മുഹമ്മദ് അയാൻ പറഞ്ഞോ. എന്ത് സംഭവിക്കും? പാരലായിട്ട് ചെല്ലുന്ന ലൈറ്ററേക്ക് എന്ത് സംഭവിക്കും? കോൺകേവ് ലെൻസിലാണോ താഴെ കൊടുത്തേക്കണേലാണോ? താഴെ കൊടുത്തേക്കണേ. ഈ പാരലായിട്ട് ഇങ്ങനെ ലൈറ്ററിൽ ചെന്നാൽ എന്ത് സംഭവിക്കും?
അത് ഡൈവേർജ് ചെയ്യോ കൺവേർജ് ചെയ്യോ എന്നാ ചോദിച്ചത്. അത് ഡൈവേർജ് ചെയ്യോ കൺവേർജ് ചെയ്യോ? ഡൈവേർജ് ചെയ്യും. ഡൈവേർജ് ചെയ്യും അല്ലെ? എവിടെ നിന്ന് ഡൈവേർജ് ചെയ്യും? ഏത് പോയിന്റിൽ നിന്നാ ഡൈവേർജ് ചെയ്യുന്ന പോലെ തോന്നുന്നത് നമുക്ക്? ഏതോ ഒരു പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നത്. ഏതോ പോയിന്റ് മുഹമ്മദ്? ഫോക്കസ്. അതിനെയാണ് ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫോക്കസിൽ നിന്ന് ഡൈവേർജ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും, തോന്നും. ഓക്കെ, അപ്പൊ ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഫോക്കസ്, ഫോക്കസിൽ നിന്ന് ഡൈവേർജ് ചെയ്യും. അതുപോലെ മറ്റൊരു പാരലൽ ആയിട്ടുള്ള ലൈറ്റ് റേയും ഇതേ പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്യും. ഓക്കെ, ഡൈവേർജ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് ആണ് ഫോക്കസ് എന്ന് പറയുന്നത്. ഡോട്ടഡ് ഇട്ട് കാണിച്ചാൽ മതി കേട്ടോ, ഫോക്കസിലേക്ക് ബാക്കിലേക്ക് വരച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇതിന്റെ സപ്പോസ് ഇതിന്റെ ഫോക്കൽ ലെങ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20 സെന്റിമീറ്റർ എടുത്തു. ഓക്കെ, ഇനി മറ്റൊരു ലെൻസ് വരയ്ക്കുകയാണ്. ഇത് മറ്റൊരു കോൺകേവ് ലെൻസ് വെച്ചിട്ടുണ്ട്. ഇതിലേക്കും ലൈറ്റ് റേ പാരലായിട്ട് പോവാണ്. ഓക്കെ, ലൈറ്റ് റേ പാരലായിട്ട് പോകുന്നു. അതുപോലെ താഴെയും ഒരു ലൈറ്റ് റേ കൂടി വരയ്ക്കാം, എന്നാലും നമ്മൾ മീറ്റ് ചെയ്യുന്ന കാണിക്കാൻ പറ്റുള്ളൂ. താഴെ ഒരു ലൈറ്റ് റേ കൂടി ഞാൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് കുറച്ചുകൂടി നന്നായിട്ട് ഇത് ഡൈവേർജ് ചെയ്യും. ഓക്കെ, അതായത് ഇത് കുറച്ച് പവർ കുറവുള്ള ലെൻസാണ്. ഓക്കെ, അപ്പൊ ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ, ഒരു വ്യത്യാസമല്ല. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ 50 കൊടുക്കാം. ഓക്കെ, സപ്പോസ് ഇതിന്റെ ഫോക്കൽ ലെങ്ത് 50 സെന്റിമീറ്റർ ആണ്. 50 സെന്റിമീറ്റർ. ഓക്കെ, നമ്മൾ ഇനി നോക്കുന്നത് ഫോക്കൽ ലെങ്തും പവറും തമ്മിലുള്ള ഇക്വേഷൻ, അതിന്റെ റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ, പവർ എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത്തിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും. ഓക്കെ, പവർ P ഈക്വൽ ടു 1/f ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ, പവറിന്റെ ന്യൂമറിക്കൽ ആകെ ചോദിക്കുന്ന ഒരേ ഒരു പ്രോബ്ലം അതാണ്. P ഈക്വൽസ് 1/f. ഓക്കെ, ഒന്ന് ബോക്സിലാക്കി വെച്ചേക്കാം. ഇനി എഫിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ സാധാരണ ഫോക്കൽ ലെങ്ത് സെന്റിമീറ്ററിലാണ് എടുക്കാറ്. ഈ പവർ കണ്ടുപിടിക്കാൻ നേരം നിങ്ങൾ ഫോക്കൽ ലെങ്ത് എടുക്കേണ്ടത് മീറ്ററിലാണ് കേട്ടോ. അപ്പൊ അവിടെ ബ്രാക്കറ്റിൽ അത് എഴുതി പോക്കും, അല്ലെങ്കിൽ മറന്നു പോകും. ഇത് എപ്പോഴും മാറിപ്പോകും പിള്ളേർക്ക്. ഈ ചെയ്യുമ്പോൾ സെന്റിമീറ്ററിൽ അങ്ങ് ചെയ്തു പോകും കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഫോക്കൽ ലെങ്ത് ഫോക്കസ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫോക്കസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സെന്റിമീറ്ററിലാവരുത്, മീറ്ററിലായിരിക്കണം. ഓക്കെ, അതെന്താന്ന് നമുക്ക് ഈ 4 കേസിന്റെ എക്സാമ്പിൾ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, P ഈസിക്കൽ ടു ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റർ. എന്നെ വേണമെങ്കിൽ താഴെ ഒപ്പം എഴുതി വെച്ചോ, പവർ എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്തിന്റെ റെസിപ്രോക്കൽ ആണെന്നുള്ള കാര്യം. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കോ, നമ്മൾ ഓരോ കേസിലെയും പവർ കണ്ടുപിടിക്കാൻ പോവാണ്. ഓരോ കേസിലെയും ലെൻസിന്റെ പവർ കണ്ടുപിടിക്കാൻ പോവാണ്. ഫസ്റ്റ് കേസിൽ ഏതാണ്? ആ ഒരു ABCD എന്ന് കൊടുത്തോ, പിന്നെ എക്സാമ്പിൾ 1 എന്ന് കൊടുത്തോ. എക്സാമ്പിൾ 1, എക്സാമ്പിൾ 2, എക്സാമ്പിൾ 3, എക്സാമ്പിൾ 4. 4 എക്സാമ്പിൾ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് കേസിലെ പവർ കണ്ടുപിടിക്കാൻ പോവാണ്. P ഈക്വൽസ് ടു, ഫസ്റ്റ് കേസ് എക്സാമ്പിൾ 1ല് പവർ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. P ഈക്വൽസ് 1/f ഇൻ മീറ്റർ. F ഇൻ മീറ്റർ, അത് കൂടെ എഴുതി പോകും, അല്ലെങ്കിൽ മറന്നു. 1/f ഇൻ മീറ്റർ. 1 ഡിവൈഡഡ് ബൈ എത്ര വരും അൽസാബിത്തെ? 1 ഡിവൈഡഡ് ബൈ ഫോക്കൽ ലെങ്ത് എത്രയാ ഫസ്റ്റ് എക്സാമ്പിളില്? 50. പറഞ്ഞോ, 50 അല്ലെ, 50. ഓക്കെ, അപ്പൊ 1/50 എന്ന് എഴുതണോ അല്ലെ? ശരിയല്ലേ? 50 മീറ്റർ. 50 മീറ്ററോ? ആ, സെന്റിമീറ്റർ മാറ്റി മീറ്റർ ആക്കാന്ന് പറഞ്ഞാൽ നേരെ അത് മാറ്റിയിട്ട് മീറ്റർ ഇടുവാണോ?
അങ്ങനെ എഴുതാൻ പറ്റില്ല. 50 സെന്റിമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മീറ്ററിൽ എത്രയാണ് വാല്യൂ അതാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുള്ള ഒരു പരിപാടിയുണ്ട്. ഈ മീറ്ററിനെ സെന്റിമീറ്ററിലായിട്ട് ആക്കുമ്പോഴൊക്കെ കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ട് അപ്പുറം മാറിയിട്ട് നിങ്ങൾക്ക് എത്ര സെന്റിമീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് അറിയാലോ? അത് ആർക്കെങ്കിലും സംശയം ഉണ്ടോ? എത്ര ആദിൽ എന്ന് പറഞ്ഞ എത്ര സെന്റിമീറ്റർ ഒരു മീറ്റർ? 100 ഉറപ്പാണോ? അഫീൻ പറഞ്ഞോ എത്ര സെന്റിമീറ്റർ ഒരു മീറ്റർ? അഫീൻ 100. ആർക്കെങ്കിലും സംശയം ഉണ്ടോ അതിനകത്ത്? 100 സെന്റിമീറ്റർ ആണ് ഒരു മീറ്റർ കേട്ടാ. 1000 ഒന്നും എടുത്തു പോരുത് കേട്ടാ. ഒരു മീറ്റർ തുണി തരാൻ പറയുമ്പോൾ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഒരു മീറ്ററിന് തുണി തരാൻ പറയുമ്പോൾ ടൈലർ കടക്കാർ എത്ര എടുക്കുമോ? 1000 സെന്റിമീറ്റർ തുണി എടുത്തോണ്ടാണ് അങ്ങനത്തേക്ക് വരിക. നിങ്ങൾ പേടിച്ചു പോലോ. ഓക്കെ, അതുകൊണ്ട് 100 സെന്റിമീറ്റർ ഇത്രയൊക്കെ വരുള്ളൂ ഒരു മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൈറ്റ് ആലോചിച്ചാൽ മതി. നിങ്ങളുടെ എല്ലാവരുടെയും ഹൈറ്റ് 2 മീറ്ററിൽ താഴെയാണ്. ഓക്കെ, 2 മീറ്റർ മേലുള്ള ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ, ഇവിടെ നോക്കിക്കോ. അപ്പോ 1/50 അല്ല. അപ്പൊ നമ്മൾ ഈ സെന്റിമീറ്റർ എങ്ങനെ മീറ്ററിലോട്ട് ആക്കുന്ന നോക്കിക്കോളൂ. 100 സെന്റിമീറ്റർ ആണ് ഒരു മീറ്റർ. 100 സെന്റിമീറ്റർ ആണ് ഒരു മീറ്റർ. അപ്പൊ സെന്റിമീറ്ററിൽ എന്ത് വാല്യൂ കിടന്നാലും അതിനെ മീറ്ററിലേക്ക് ആക്കാൻ വേണ്ടി നിങ്ങൾ അവിടെ 100നെ എന്താ ചെയ്യുന്നത്? 1ലേക്ക് ആക്കാൻ എന്താ ചെയ്യുന്നത് ഫാത്തിമ ഇർഫാന? 100നെ 1ലേക്ക് ആക്കാൻ എന്താ ചെയ്യാം? ഡിവൈഡ് ചെയ്യും. 100നെ 1ലേക്ക് ആക്കാൻ വേണ്ടി നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ആണ് ചെയ്യുക. ഏത് യൂണിറ്റ് ആണ് അതിപ്പോ മില്ലി ആംബിയർ ആംബിയർ ആണെങ്കിലും ശരി, കിലോ ന്യൂട്ടൺ ന്യൂട്ടൺ ആണെങ്കിലും ശരി, എവിടെ കണ്ടാലും കിലോഗ്രാം ഗ്രാം ആണെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ എളുപ്പമുണ്ട്. ഇനി ഇവിടെ നോക്കി, മീറ്ററിൽ എന്ത് വാല്യൂ കിടന്നാലും അതിനെ സെന്റിമീറ്ററിലായിട്ട് ആക്കാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ 1നെ എന്താ ചെയ്തേക്കണേ നോക്കിയാൽ മതി. 1നെ എന്ത് ചെയ്തപ്പോഴാ 100 ആയേ? അമിന ഷറഫ് 1നെ എന്ത് ചെയ്തപ്പോഴാ 100 ആയേ? ആമിന പറഞ്ഞോ. 1നെ എന്ത് ചെയ്യുമ്പോഴാ? ഇൻറ്റു 100 ചെയ്യുമ്പോ. അപ്പൊ ഇവിടെ എനിക്കുള്ളത് 50 സെന്റിമീറ്റർ അല്ലേ? 50 സെന്റിമീറ്റർ. 50 സെന്റിമീറ്ററിന് മീറ്ററിലേക്ക് ആക്കാൻ നിങ്ങൾ നോക്കി. സെന്റിമീറ്ററിലെ മീറ്ററിലേക്ക് ആക്കാൻ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ എന്താ ചെയ്യേണ്ടത് നിഷാന? സെന്റിമീറ്റർ മീറ്ററിലേക്ക് ആക്കാൻ ഇവിടെ എന്താ ഞാൻ ചെയ്തേക്കുന്നത്? എന്താ ചെയ്തേക്കുന്നത്? ഡിവൈഡ് ചെയ്യണം അല്ലെ? അപ്പൊ 50 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഈ മുകളിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ എഴുതുക കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എപ്പോഴെങ്കിലൊക്കെ കൺഫ്യൂഷൻസ് വരുവാണെങ്കിൽ ഡിവിഷൻ ആണോ, അത് പലപ്പോഴും വരുന്ന ഒരു തെറ്റാണ്. കാരണം ഈ കൺവേർഷൻ തെറ്റിപ്പോ. ഓക്കെ, അത് പലയിടത്തും ഫിസിക്സിൽ ആവശ്യമുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഇപ്പൊ നിങ്ങൾ ആ കോളേജിലേക്ക് ചെന്നാലും അവിടെ ആവശ്യം വരുന്നതാണ് ഈ കൺവേർഷനും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊന്ന് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ 50 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. 50 ഡിവൈഡഡ് ബൈ 100. അപ്പൊ ഈ 0യും ഈ 0യും ക്യാൻസൽ ആവും അല്ലെ? 5/10. 5/10 എത്രയാ? ആർക്ക് പറയാം? 5/10. 5/10 വാല്യൂ ഷബാന പറഞ്ഞോ. 5/10 എത്രയാ? അനീറ്റ പറഞ്ഞോ. 5/10. 5/10ന്റെ വാല്യൂ എത്ര? ആൻസർ എത്രയാ? 5/10 0.5 അല്ലെ? 10/5 2 അല്ലേ? അപ്പൊ 5/10 എന്ന് പറയുമ്പോൾ അതിന്റെ റെസിപ്രോക്കൽ 1/2 0.5. അല്ലെങ്കിൽ ഈ 10 0 താഴെ കിടക്കണമെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, ഒരു പ്ലേസ് മാറ്റി അങ്ങ് ഡെസിമൽ ഇട്ടാൽ മതി. എത്ര 0 ഉണ്ട് അത്രയും പ്ലേസ് മാറ്റി ഡെസിമൽ ഇടും. ഇവിടെ ഒരു 0 അല്ലല്ലോ, അപ്പൊ ഒരു 0 മാറ്റി ഡെസിമൽ ഇടും. അപ്പൊ എന്ത് വരും? 0.5 മീറ്റർ. അതായത് 50 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/2 മീറ്റർ ആണ്. ശരിയല്ലേ? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണെങ്കിൽ 50 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 1/2 മീറ്റർ, ഹാഫ് മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി അവിടെ എന്ത് ചെയ്താൽ മതി? ഇവിടെ 50 നല്ല എഴുതേണ്ടത്. ഇവിടെ എഴുതേണ്ടത് എന്താണ്? 0.5 മീറ്റർ. 1/0.5 എന്ന് കിട്ടും. 1/0.5. 1/0.5 എത്ര കിട്ടും തഫ്സിയ? 1/0.5 1/0.5 എത്ര? ഒന്ന് മുകളിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. 10/5 എത്രയാ? 10/5 ഇപ്പൊ എന്ത് ചോദിച്ചാലും റെസിപ്രോക്കൽ എടുക്കുക. ഇത് മാനിഫേഷൻ അല്ല, ലെൻസോമിലൊക്കെ പഠിച്ച് ഭ്രാന്തായ. ഓക്കെ, റെസിപ്രോക്കൽ എടുക്കണ്ട. ഓക്കെ, 10/5 എന്ന് പറഞ്ഞാൽ 10ൽ എത്ര 5 ഉണ്ടെന്നാ? 10 രൂപ വന്നിട്ട് 2 5 തരാൻ പറഞ്ഞാ അല്ല, 10 രൂപ എടുത്തിട്ട് നിങ്ങൾ എത്ര 5 രൂപ തിരിച്ചു കൊടുക്കും? അതാണ് ചേഞ്ച് ആക്കുകയാണ് കേട്ടോ. ഓക്കെ, 10ൽ എത്ര 5 ഉണ്ടെന്നാണ് അതിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ 10/5 = 2 ആണ്. ഇനി ഇവിടെ സൈൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇവിടെ പ്ലസ് അല്ലേ? ഫോക്കൽ ലെങ്തിന്റെ സൈനും കൂടി എടുക്കും. ഇവിടെ പ്ലസ് ഇവിടെ +2 +2
ഒരു യൂണിറ്റ് വേണ്ടേ അല്ലെ? ഒരു യൂണിറ്റ് വേണം അല്ലെ? എന്തെങ്കിലും യൂണിറ്റ് വേണ്ടേ? ഓക്കെ, ഇത് തേങ്ങ മാങ്ങയൊന്നുമല്ലല്ലോ നമ്മൾ എണ്ണി കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതിനൊരു യൂണിറ്റ് വേണം. അപ്പൊ ഇതിന് യൂണിറ്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ 1/മീറ്റർ എന്നല്ല ഇത് വരുന്നത്, 1/മീറ്റർ. അപ്പൊ നമുക്ക് മീറ്റർ റേസ് ടു -1 എന്ന് പറയാം. അല്ലെങ്കിൽ പുതിയൊരു യൂണിറ്റ് ആർക്ക് പറയാം? ഒരു നല്ലൊരു യൂണിറ്റ് ഉണ്ട് പവറിന്. അലൈനയ്ക്ക് അറിയാമോ? അലൈന 0.4 അതിന് അത് കഴിഞ്ഞിട്ട് എന്താണെന്നറിയാമോ? അല്ല സോറി, +4 കഴിഞ്ഞിട്ട് അറിയില്ല. യൂണിറ്റ് പവർ വാട്ട് എന്നൊന്നും പറയരുത് കേട്ടോ. ഓക്കെ, ഇത് പറയുന്നത് ഈ ലെൻസിന്റെ ഈ പവറിന്റെ യൂണിറ്റ് പവറിന്റെ യൂണിറ്റ്, ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ്. അനീറ്റ പറഞ്ഞു. ഡയോപ്റ്റർ എന്നാണ് കേട്ടോ. ഡി വെച്ച് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇതിന്റെ യൂണിറ്റ് വരുന്നത്, യൂണിറ്റ് എഴുതി വെക്കണേ. യൂണിറ്റ് വരെ മീറ്റർ റേസ് ടു -1 അല്ലെങ്കിൽ ഓർ ഡയോപ്റ്റർ. ഇതാണ് അതിന്റെ യൂണിറ്റ് വരും. ഓക്കെ, ഡി എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ പവർ വരുമ്പോ നിങ്ങൾക്ക് +2D, +3D, -2D ഇങ്ങനെയൊക്കെയാണ് പവർ വരിക. അല്ലെങ്കിൽ -4D, -5D ഇങ്ങനെയൊക്കെയാണ് പവറിന്റെ യൂണിറ്റ് വരിക. ഓക്കെ, അത് മീൻ ചെയ്യുന്ന 5 ഡയോപ്റ്റർ എന്നാണ്. ഓക്കെ, അതായത് 5 മീറ്റർ റേസ് ടു -1. പക്ഷെ മീറ്റർ റേസ് ടു -1 നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ഡയോപ്റ്റർ ആണ്, ഡി ആണ്. ഓക്കെ, കഴിഞ്ഞോ? ഇനി സ്വന്തമായിട്ട് ചെയ്തോ കേട്ടോ. ഇനി രണ്ടാമത്തെ സ്വന്തമായിട്ട് ചെയ്തോളൂ. എക്സാമ്പിൾ 2. ഇവിടെ എക്സാമ്പിൾ 2. ഇതിന്റെ പവർ കണ്ടുപിടിച്ചോ. അപ്പൊ ഇതൊക്കെ എഴുതണം. എന്താണ് പവർ എന്ന് എഴുതിയിട്ടുണ്ടാവണം, എന്താണ് പവറിന്റെ യൂണിറ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവണം കേട്ടോ. അതുപോലെ എക്സാമ്പിൾ 1 എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, എഴുതിയിട്ടുണ്ടല്ലോ. ഒന്ന് കാണിക്കാവോ? ഒന്ന് ബുക്ക് ക്യാമറയിൽ ഒന്ന് കാണിക്കാവോ? ക്യാമറ കാണിച്ച് എല്ലാരും കാണിക്കും. എല്ലാരും ക്യാമറ കാണിക്കും. എല്ലാരും കാണിക്കും. ഓക്കെ ഓക്കെ, താത്തി. ഷബാന എന്താ കാണിക്കാത്ത? ഷബാന കാണിച്ചോ? ഷബാന സ്റ്റക്കായി കിടന്ന വീഡിയോ. ഓക്കെ, അടുത്ത എന്നാ കണ്ടുപിടിച്ചോ. ഇനി ഇതിന്റെ കണ്ടുപിടിച്ചോ. ഇനി ഇപ്പൊ എന്ത് നോക്കാം? നിങ്ങൾ 4 ലെൻസിന്റെ പവർ എത്രയാണെന്ന് കണ്ടുപിടിച്ചോ. ഓക്കെ, ഈ ലെൻസിന്റെ പവർ കണ്ടുപിടിച്ചോ. P = കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് അമീനെ? കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ അമീനെ? പവർ കണ്ടുപിടിക്കാൻ 1/f ഇൻ മീറ്റർ. അത് വിടരുത്, അത് എഴുതി നമ്മൾ മറന്നു കേട്ടോ. 1/f ഇൻ മീറ്റർ കണ്ടുപിടിച്ചോ. അഫിനെ ആ തലേന്ന് കൈയെടുത്തേ. എന്നിട്ട് എഴുതിക്ക്. സ്വന്തമായിട്ട് ചെയ്യും കേട്ടോ. ഫോക്കൽ ലെങ്ത് സെന്റിമീറ്ററിൽ എഴുതരുത്, അതിനെ മീറ്ററിലായിട്ട് കൺവേർട്ട് ചെയ്യാം കേട്ടോ. സെന്റിമീറ്റർ ടു മീറ്റർ ബൈ 100 ചെയ്താൽ മതി. കിട്ടിയവരെന്നാ ആൻഡ്രൈസ് ചെയ്ത് ചെയ്യാം. അതുപോലെ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് എഴുതണം കേട്ടോ. ഇപ്പൊ അലൈന പറഞ്ഞ പോലെ ലെൻസിന്റെ അവർക്ക് പ്ലസും മൈനസും ഒക്കെ ഉണ്ട്. ലെൻസ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, പ്ലസും മൈനസും വെച്ചിട്ടാണ് അതിന്റെ പവർ റെപ്രസെന്റ്. അപ്പൊ നിങ്ങളും അതിനകത്ത് പവറിന്റെ ഫാത്തിമ ഇസ്മായിൽ കഴിഞ്ഞു. ഓക്കെ, കഴിയുന്നവർ ആൻഡ്രൈസ് ചെയ്തു. തഫ്സിയ കഴിഞ്ഞു. ഓക്കെ, പിന്നെ അഫ്ര ഒന്ന് പറഞ്ഞോളൂ. അഫ്ര എങ്ങനെ ചെയ്യാം? P is equal to 1/f in meter. 1/f in meter എന്ന് പറയുമ്പോൾ 1/20 എഴുതാൻ പാടില്ല. ആദ്യം തന്നെ സെന്റിമീറ്ററിനെ കൺവേർട്ട് ചെയ്യണം അല്ലെ. f in meter കണ്ടുപിടിക്കണം. f in meter കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാ ചെയ്യാം? f in meter എത്ര കിട്ടും? 0.2. അതായത് 20 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ 20 ഡിവൈഡഡ് ബൈ 100 ചെയ്യണം അല്ലെ. സെന്റിമീറ്റർ മീറ്റർ ആക്കാൻ ബൈ 100.
അപ്പൊ 2/10 ഒരു 0 ആണെങ്കിൽ ഒരു പ്ലേസ് മാറ്റി ഡെസിമൽ ഇടും. അപ്പൊ 0.2 കിട്ടും അല്ലെ, 0.2 കിട്ടും. അപ്പൊ 1/0.2 ആണ്, 1/0.2. ഒന്ന് മുകളിലും താഴെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10/2 കിട്ടും. ഇത് പ്ലസ് ആണോ മൈനസ് ആണോ പറയണം? ഇത് പ്ലസ് ആണോ മൈനസ് ആണോ? 0.2 പ്ലസ് ആണ് അല്ലെ. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ പ്ലസ് ഇടുക. 10/2 which is equal to +5 diopter +5D എന്ന് കിട്ടും. എത്ര പേർക്ക് കിട്ടിയെന്ന് കൈപൊക്കി? ഫേസിന് നേരെ പിടിക്കുക, കൈ ഫേസിന് നേരെ പിടിച്ച്. ഫാത്തിമ ടീൻ എന്ത് പറ്റി? ഫാത്തിമ ടീൻ അമീനൊക്കെ എന്ത് പറ്റി? അമീൻ അഫിൻ കിട്ടിയില്ല? തെറ്റിയതാണോ അതോ ചെയ്ത് തീരാത്തയാണോ? പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ വോയിസ് ഓൺ ചെയ്ത്. നിങ്ങൾ തെറ്റുകൾ പറയുമ്പോ അത് കൈതാതി അമീനെ പറഞ്ഞോ. തെറ്റിപ്പോയതാ. എവിടെയാ തെറ്റിയേ? മീറ്റർ ആക്കി കഴിഞ്ഞു. മീറ്റർ ആക്കിയപ്പോ തെറ്റിപ്പോയോ? 100 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ? അല്ല, അത് കഴിഞ്ഞു. ഏത് ഡിവൈഡ്? എവിടെ? അത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ മുകളിൽ താഴെ ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അത് ഏത് നമ്പർ ആയാലും കുഴപ്പമില്ല, പക്ഷെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പ്രയോജനമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. കാരണം ഡെസിമൽ മാറണമല്ലോ. ഡെസിമൽ മാറണമെങ്കിൽ 10 വേണം. ഓക്കെ, ഇനി അടുത്ത ആള് ഫാത്തിമ ടീൻ എന്താ പറ്റിയേ? ഫാത്തിമ ചെയ്ത് കഴിഞ്ഞില്ല. ഓക്കെ, വേറെ ആരാ തെറ്റിയവര് പറഞ്ഞോ. ഇവിടെയാണ് നിങ്ങൾക്ക് സംസാരിക്കാൻ വോയിസ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, തെറ്റിയവരെങ്ങനെ വിളിച്ച് തെറ്റി എന്താന്നൊക്കെ ചോദിക്കില്ല. വേറെ ഒരിടത്ത് സ്കൂളിലാണെങ്കിൽ തന്നെ അത് ചെയ്തു പോകുള്ളൂ. അവർക്ക് തെറ്റിയവരുടെ പുറം നടന്നു കഴിഞ്ഞാൽ അവരുടെ സമയം. അപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആ സമയം ഉപയോഗപ്പെടുത്തി പറയാ എന്താ തെറ്റെന്ന് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, എനിക്കൂടെ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ഇനി അടുത്ത തവണ അത് കുറച്ചുകൂടി ഒന്ന് കെയർ ചെയ്യും. അവരപ്പോ അവിടെ തെറ്റാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്കും ബോധം ഉണ്ടാവുമല്ലോ. എനിക്കും കൂടെ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. വേറെ ആരെയും തെറ്റിയോ? ഇല്ലല്ലോ, ഇല്ല. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കാം കേട്ടോ. ഇനി മൂന്നാമത്തെ ലെൻസിന്റെ പ്രത്യേകത അതൊരു കോൺ കേവ് ആണ്. നിങ്ങൾ അതിന്റെ പവർ കണ്ടുപിടിച്ചു. ഈ 4 എക്സാമ്പിൾ ചെയ്താൽ പിന്നെ പവറിന്റെ പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരില്ല. ഓക്കെ, 2 പ്രോബ്ലം ടെക്സ്റ്റിലുണ്ട്, അതൊക്കെ ഈസി ആയിരിക്കും. ഇത് ചെയ്തു. P = 1/f ഇട്ട് ചെയ്തോ. F in മീറ്ററിലാണ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നത് കേട്ടോ. F in മീറ്റർ. പവർ കിട്ടി. അലേനയ്ക്ക് പവർ കിട്ടിയോ? യെസ് സർ. എത്ര കിട്ടിയേ? -5D. -5D. അലേനയുടെ ലെൻസിന്റെ പവർ എത്രയാന്ന് പറഞ്ഞേ? -4. ഓക്കെ, കഴിഞ്ഞാ? പെട്ടെന്ന് 1/f in മീറ്റർ ആദ്യം കണ്ടുപിടിക്കണം അല്ലെ. അത് ഓൾറെഡി നമ്മൾ ചെയ്തേക്കണേയാണല്ലോ അല്ലെ. 1/, അതിന് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ -2.2 ആണ് എഴുതേണ്ടത് കേട്ടോ. ഇവിടെ -0.2 വരും. ഡിവൈഡ് ചെയ്യുമ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും സൈനെ കുറിച്ച് നിങ്ങൾ ലാസ്റ്റ് കെയർ ചെയ്താൽ മതി. ആൻസർ ലാസ്റ്റ് എഴുതി കഴിയുമ്പോൾ അതിലേക്ക് നോക്കിയാൽ മതി സൈൻ. അവിടെ കിടന്നോട്ടെ. 1/0.2നെ 10/2 എന്ന് എഴുതാം. 10/2. അപ്പൊ എന്ത് വരും? 5 എന്ന് വരും. പോസിറ്റീവ് നെഗറ്റീവ് ഡിവൈഡ് ചെയ്ത നെഗറ്റീവ് ആണ്. -5 ഡയോപ്റ്റർ എന്ന് വരും. എത്ര പേർക്ക് ശരിയാകുന്ന കൈവക്കി? -5 ഡയോപ്റ്റർ എത്ര പേർക്ക് കിട്ടി? മൈനസ് ഇട്ടവര്, മൈനസ് ഇടാത്തവര് കൈവക്കണം. മൈനസ് ഇട്ടവര്. ഓക്കെ. ഇതാ അൽസാബിത്ത് എന്താ തെറ്റി? അൽസാബിത്ത് തെറ്റിടാറ. അടുത്ത ഈ ലെൻസിന്റെ കണ്ടുപിടിച്ചോ. ഈ 4ാമത് തന്നിരിക്കുന്ന ലെൻസിന്റെ പവർ കണ്ടുപിടിച്ചോ. P = 1/f in meter. അതായത് 1/, അഫ്രാലി കിട്ടിയോ? എത്ര കിട്ടിയേ?
-2D. -2D. ഇനി നിങ്ങൾ നോക്കി കോൺകേവ് ലെൻസിന്റെ കോൺവെക്സ് ലെൻസിന്റെ പവർ കണ്ടുപിടിച്ചപ്പോ അതിന്റെ സൈനിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നിയവരെന്ന് കൈവയ്ക്ക്. സൈനിൽ വ്യത്യാസം നിങ്ങൾക്ക് എല്ലാം തോന്നി അല്ലെ? എന്താണ് വ്യത്യാസം തോന്നിയ അൽഹ? എന്ത് വ്യത്യാസം തോന്നിയേ? വോയിസ് ഓൺ ചെയ്യും. കോൺവെക്സില് പോസിറ്റീവ് ആണ്. കോൺവെക്സിൽ ഫോക്കൽ ലെങ്ത് പോലെ തന്നെ പവറും പോസിറ്റീവ് ആണ്. കോൺകേവില് നെഗറ്റീവ്. അത് എഴുതി വെച്ച് തന്നിട്ടാ എഴുതിക്കും. ഓക്കെ, കോൺവെക്സ് ലെൻസിൽ പവർ പോസിറ്റീവ് ആയിരിക്കും, കോൺകേവ് ലെൻസിൽ പവർ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എക്സാമിന് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് പവർ ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇത് ഏത് ലെൻസ് ആണ്? ഓക്കെ, നിങ്ങളടുത്ത് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ ചോദിക്കും. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, കഴിഞ്ഞല്ലോ? കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റിൽ 2-3 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതാ പിടിച്ചോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ ഉള്ളൂ. കാൽക്കുലേറ്റ് പവർ ഓഫ് ലെൻസ് and also identify type of lens. ആകണ്ട, and also identify type of lens. ഏത് ലെൻസ് ആണെന്നും ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, എ ക്വസ്റ്റ്യനിൽ ഫോക്കൽ ലെങ്ത് തന്നിരിക്കുന്ന F = +25 സെന്റിമീറ്റർ ആണ്. ബി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന F = -25 സെന്റിമീറ്റർ ആണ്. ഓക്കെ, നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചോ? ഇക്വേഷൻ യൂസ് ചെയ്തോ? എങ്ങനെ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? അഫിനെ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെ പഠിച്ചേ? അഫിന് ഇതിനകത്തില്ലേ? പറഞ്ഞോ. 1/f in meter. P/1/f in meter. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന അഫിനെ നമ്മളോട് ഫോക്കൽ ലെങ്ത് അവർ തന്നിട്ടുണ്ട്, പവറാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യണമല്ലോ. എങ്ങനെ റീഅറേഞ്ച് ചെയ്യും? അപ്പുറം ഇപ്പുറം എന്ത് എടുക്കണം? ഇത് 1/f മാറി f ആക്കണമെങ്കിൽ ഇവിടെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പൊ ഇപ്പുറം എന്ത് എടുക്കണം? റെസിപ്രോക്കൽ എടുക്കണം. അങ്ങനെ നമ്മൾ ചെയ്യാം അല്ലെ? നമ്മൾ 1/v യുടെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ v യുടെ വാല്യൂ വേണ്ടി നമ്മൾ അപ്പുറം ഇപ്പുറം റെസിപ്രോക്കൽ എടുക്കും. അതുപോലെ അപ്പുറം ഇപ്പുറം റെസിപ്രോക്കൽ എടുക്കും. എന്നിട്ട് ഇക്വേഷൻ എന്ന് പറഞ്ഞ അഫിനെ അപ്പുറം ഇപ്പുറം റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇക്വേഷൻ അത് തന്നെ. F = 1/p. F in meter കേട്ടോ. F in meter. സോറി, ഇവിടെ പവർ അല്ല, ഇവിടെ ഇതൊന്നും അറിഞ്ഞിരുന്ന. ഇത് അടുത്ത് ഇതിനകത്ത് ഇപ്പൊ ചോദിച്ചത് ഫോക്കൽ ലെങ്ത് തന്നെയല്ലേ? കുഴപ്പമില്ല, നേരെ ചെയ്തു പോകും. സെക്കൻഡ് ക്വസ്റ്റ്യനിലാണ് പവർ തന്നേക്കുന്നത്. ഇത് കുഴപ്പമില്ല, ഇതൊന്നും അറിഞ്ഞിരിക്കാം കേട്ടോ. ഇതൊന്നും അറിഞ്ഞിരുന്നാ മതി. ഇതില് ഈ ഫസ്റ്റ് ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യും. 1/, ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റർ ചെയ്ത സെന്റിമീറ്റർ ചെയ്താൽ അല്ല, മീറ്റർ സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, നമ്മൾ അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. കിട്ടിയോ? 25 ആദ്യം കൺവേർട്ട് ചെയ്യും. 25 സെന്റിമീറ്റർ ആദ്യം മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യും. 25/100 ചെയ്തിട്ട് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യും. 0.25. അലൈനക്ക് കിട്ടിയോ? അലൈനാനെ വിളിച്ചിരുന്നു. അലൈന കേട്ടോ? കിട്ടിയോ? Yes, sir.
കിട്ടിയോ? കിട്ടി. എത്ര കിട്ടിയേ? എത്ര കിട്ടിയേ? -4D. -4. ഏതില്? ഫസ്റ്റ് കേസിലോ? ഏത് ആദ്യത്തെ ക്വസ്റ്റിന്റെ ആണോ? അത് +4D. +4D കിട്ടി. ഓക്കെ, അടുത്ത കേസിലോ? അടുത്ത കേസിലൊന്നും മൈനസ് ആയിരുന്നല്ലോ ഉള്ളൂ. എത്ര വരും? മൈനസ് അടുത്തത് എത്ര വരും? -4D. അലൈനയുടെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എത്രയാ? -4D. ഫോക്കൽ ലെങ്ത് ഫോക്കൽ ലെങ്ത് 25. അതറിയായിരുന്നോ? അതറിയായിരുന്നോ? ഇല്ല. അതിന് നമ്മൾ ഫിസിക്സ് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോ ഫോക്കൽ ലെങ്ത് എത്ര വരും? +25 ആയിരിക്കും. അല്ല സോറി, പവർ എത്ര വരും? -4D വരും, +4D വരും. ഓക്കെ, അടുത്ത നേച്ചറാ ചോദിച്ചിരിക്കുന്നത്. ഈ +4D വരുന്ന ലെൻസ് ഏതായിരിക്കും അനശ്വര? ഈ +4D വന്നിരിക്കുന്ന ലെൻസ് കോൺകേവ് ആയിരിക്കോ കോൺവെക്സ് ആയിരിക്കോ? കോൺവെക്സ് ആയിരിക്കും അല്ലെ. +4D വന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. ഓക്കെ, ഈ -4D വന്ന ലെൻസ് ഏതായിരിക്കും? അതിലെ -4D വന്ന ലെൻസ് കോൺകേവ് ലെൻസ് ആയിരിക്കും. എത്ര പേർക്ക് ഇത് കിട്ടി? +4D -4D എത്ര പേർക്ക് കിട്ടി? അമീൻ എന്ത് പറ്റി? അമീനും അഫിനും എന്ത് പറ്റി? ഷബാനയ്ക്ക് എന്ത് പറ്റി? പറഞ്ഞോ, നിങ്ങൾ പെട്ടെന്ന് പറ, നിങ്ങൾ സമയം കളയല്ലേ. എന്താ സംഭവിച്ചേ? എവിടെ തെറ്റ് പറ്റിയെന്ന് പറ. ഷബാന ശരിയാണോ? എന്താ പറ്റിയേ? കിട്ടിയാണോ? ഓക്കെ, ഇനി പറഞ്ഞു. അതായത് പവർ തന്നിട്ട് തിരിച്ചു ചോദിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയാണ്, ഒരു ഡോക്ടർ ഒരു ലെൻസ് ഒരാൾക്ക് പ്രിസ്ക്രൈബ് ചെയ്തു. ഇപ്പൊ അലൈനയ്ക്ക് പ്രിസ്ക്രൈബ് ചെയ്ത ലെൻസ് എന്ന് പറയുന്നത് +4D ലെൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് എത്രയാണ്? അങ്ങനെ തിരിച്ചു ചോദിക്കും ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെ ഒരു ചോദ്യം കൂടി ചെയ്തിട്ട് നമുക്ക് ഈ പവർ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പൊ എഴുതിക്കോ. വാട്ട് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ്? വാട്ട് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ് with power +2D? with power +2 diopter power ഉള്ള ഒരു ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എത്രയായിരിക്കും? അതിന്റെ കൂടെ ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. വാട്ട് കൈൻഡ് ഓഫ് ലെൻസ് ഈസ് ഇറ്റ്? വാട്ട് കൈൻഡ് ഓഫ് ലെൻസ് ഇറ്റ് ഈസ്? രണ്ട് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് പവർ കണ്ടുപിടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു. P= എങ്ങനെയാണ് അൽസാബിറ്റ കണ്ടുപിടിക്കുക? P= 1/f in meter. 1/f. ഫാത്തിമത്ത് ഷെർബാൻ F in meter. ഫാത്തിമത്ത് ഷെർബാൻ. ഇതിന് പക്ഷെ എന്താ പ്രശ്നം അറിയാം? ഇതിന് പവർ തന്നിട്ടുണ്ട്, പക്ഷെ ഫോക്കൽ ലെങ്ത് ഇതിനകത്ത് പവർ തന്നിട്ടുണ്ട്, ഫോക്കൽ ലെങ്ത് തന്നിട്ടില്ല. അപ്പൊ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുക. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യേണ്ടി വരും. എങ്ങനെ റീഅറേഞ്ച് ചെയ്യേണ്ടി വരും? F in meter is equal to 1/. F in meter equal to 1/. റെസിപ്രോക്കൽ അപ്പുറം ഇപ്പുറം റെസിപ്രോക്കൽ എടുക്കുക. പറഞ്ഞോളൂ. 1/p. 1/p. ഓക്കെ, ഇപ്പൊ ചിലർക്കൊക്കെ തോന്നുന്നുണ്ടോ ഇങ്ങനെ റെസിപ്രോക്കൽ എടുത്ത് അങ്ങനെ ശരിയാവാന്നൊക്കെ തോന്നുന്നുണ്ട് ആർക്കെങ്കിലും? ഒന്ന് കൈവക്കി. അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കൈവക്കി. ഇക്വേഷൻ ഒരു കുഴപ്പമില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. 4 = 4 ആണെങ്കിൽ നിങ്ങൾ അതിന്റെ റെസിപ്രോക്കലുകൾ എടുത്തു നോക്കി. 1/4 1/4 ഈക്വൽ അല്ലേ? ഓക്കെ, ഇപ്പൊ 1/2 1/2 ഈക്വൽ ആണ്. 2/1 2/1 ഈക്വൽ അല്ലേ? അപ്പോ ഇത് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ എടുത്താൽ ഇക്വേഷന് യാതൊരു കുഴപ്പവും പറ്റില്ല. അപ്പൊ ഈ P = 1/f ആണെങ്കിൽ 1/P = f ആയിരിക്കും. ഇക്വേഷൻ ഒരു കുഴപ്പവും പറ്റില്ല കേട്ടോ. ഓക്കെ, ചെയ്തോ. 1/p ചെയ്യാട്ടോ. 1/p. ആമിനക്ക് കിട്ടിയോ? വിദൂരതയിലേക്ക് നോക്കിയിരിക്കുന്നു. പെട്ടെന്നാവട്ടെ. ഹനക്ക് കിട്ടിയോ? ഹന അനീറ്റ് എത്ര കിട്ടിയേ? +50 centimeter. മീറ്ററിൽ എത്ര കിട്ടുന്നത്? +50 meter. 50 മീറ്ററും 50 സെന്റിമീറ്ററോ? 50 മീറ്ററോ? ലെൻസിന്റെ ഫോക്കൽ ലെങ്തോ? എന്ത് ലെൻസ് ആണ്? 0.5.
0.5 അല്ലെ? പ്ലസ് 0.5 മീറ്റർ. പക്ഷെ നമ്മൾ ഇത് റെപ്രസെന്റ് ചെയ്യുക ഫോക്കൽ ലെങ്ത് നമ്മൾ സെന്റിമീറ്ററിലല്ലേ എടുക്കുക. അപ്പോ F ഈക്വൽ ടു എത്ര വരും? 0.5 എന്താ ചെയ്യേണ്ടത്? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണോ മൾട്ടിപ്ലൈ ചെയ്യണോ? ഇൻറ്റു 100. അല്ലെ ഇങ്ങനെ ആലോചിച്ചാൽ മതി. മീറ്റർ സെന്റിമീറ്ററിലേക്ക് ആക്കുമ്പോ എന്താ ചെയ്യാ? അത് കുറഞ്ഞ പോലെ ചെയ്യാം, കൂടുതലല്ലേ ചെയ്യാം അല്ലെ? 1 മീറ്റർ എന്ന് പറയുമ്പോൾ 100 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ അവിടെ ഇൻറ്റു ആണ് ചെയ്യാം. ഓക്കെ, സെന്റിമീറ്റർ മീറ്ററിലേക്ക് വരുമ്പോൾ കുറയുമല്ലേ ചെയ്യാം, അപ്പൊ അവിടെ ഡിവൈഡ് ആണ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടെ ഇൻറ്റു 100 അപ്പൊ 50 സെന്റിമീറ്റർ എന്ന് വരും. 50 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ഫോക്കൽ ലെങ്ത്. ഓക്കെ, കഴിഞ്ഞോ? 50 സെന്റിമീറ്റർ മനസ്സിലായോ? പവർ ഫോക്കൽ ലെങ്ത് റിലേഷൻഷിപ്പ് ഒക്കെ. ഓക്കെ, അങ്ങനെയാണ് അടുത്തൊരു ഹെഡിങ് കൊടുത്തോളൂ. ആപ്ലിക്കേഷൻ ഓഫ് ലെൻസ്. ലെൻസിന്റെ ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ ഓഫ് ലെൻസ്. എവിടെയൊക്കെയാണ് ലെൻസിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്? ആപ്ലിക്കേഷൻ ഓഫ് ലെൻസ്. ഓക്കെ, നമുക്ക് കോമൺ ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ലെൻസിന്റെ, അതായത് ഒരു ലെൻസ് അല്ല, കോമ്പൗണ്ട് ലെൻസ്, അതായത് കമ്പൈൻ ചെയ്തിട്ടൊക്കെയാണ് യൂസ് ചെയ്യുക. കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും ഒക്കെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മൈക്രോസ്കോപ്പ് അങ്ങനെയുള്ള ഡിവൈസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊക്കെ കമ്പൈൻഡ് ആയിട്ടാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അല്ലെങ്കിൽ ഒരു ലെൻസ് മാത്രം ഉപയോഗിക്കുമ്പോൾ ഈ ഡിസ്റ്റോർഷൻ എന്നൊക്കെ പറയാം. അതൊക്കെ നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിച്ചു, നിങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക. അപ്പൊ ലെൻസുകൾ ഇങ്ങനെ കമ്പൈൻഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ചില സാധനങ്ങളിൽ. ഇപ്പൊ ഈ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ നമ്മള് പീപോൾ ഒക്കെ പറഞ്ഞാൽ അത് കോമൺ ആയിട്ട് എന്ത് ലെൻസ് യൂസ് ചെയ്യാം? കോൺകേവ് ആണ്. അതുപോലെ മാഗ്നിഫൈങ് ഗ്ലാസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കോൺവെക്സ് ആണ്. അല്ലാണ്ട് ഈ ബൈനോക്കുലർ ടെലിസ്കോപ്പ് അങ്ങനെയുള്ള ഡിവൈസിന്റെ കാര്യമാണ്. ഓക്കെ, മൈക്രോസ്കോപ്പിലൊക്കെ. അതുകൊണ്ട് നമുക്ക് ജനറൽ ആയിട്ട് ലെൻസിന്റെ ആപ്ലിക്കേഷൻ എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ആപ്ലിക്കേഷൻ ഓഫ് ലെൻസിന് ഫസ്റ്റ് എഴുതുക. ഏതാണ് ഫസ്റ്റ്? ഓക്കെ, ആപ്ലിക്കേഷൻ ഓഫ് ലെൻസ് കൊടുത്തില്ലേ? ഓക്കെ, ഇപ്പൊ ലെൻസ് അടുത്തുള്ളവരൊന്ന് കൈപൊക്കി. ഇപ്പൊ ലെൻസ് കയ്യിലുള്ളവരൊന്ന് കൈപൊക്കി. എന്റെ കയ്യിൽ ലെൻസ് പറഞ്ഞു. ആ, പാവങ്ങള് കണ്ണ് കാണില്ലാത്തവരാണ് അല്ലെ, കണ്ണില്ലാത്തവരാണ്. ഐ ലെൻസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എഴുതിക്കോ. ഐ ലെൻസ്. ഏറ്റവും അതല്ല ആദ്യം എഴുതണ്ടല്ലേ? നമുക്ക് എത്രയോ കാഴ്ചകൾ അല്ലെ, എന്തെല്ലാം കാഴ്ചകൾ കാണാൻ സാധിക്കുന്നു. ഐ ലെൻസ്. ഓക്കെ, ഫസ്റ്റ് ഐ ലെൻസ് എഴുതി. രണ്ടാമത്തത്, ഇനി ഐ ലെൻസിന് ചിലപ്പോൾ കുറച്ച് ഈ പറയുന്ന പോലെ ഈ ഫോക്കൽ, അതായത് ഇതിനെ ഫോക്കസ് ചെയ്യിപ്പിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഒരു എക്സ്ട്രാ ഒരു ലെൻസ് കൂടി. അതുകൊണ്ടാണ് നമ്മൾ സ്പെക്ടക്കിൾസ് യൂസ് ചെയ്യുന്നത്. അതിനെ കുറിച്ച് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ അടുത്ത ആപ്ലിക്കേഷൻ നിങ്ങൾ തൽക്കാലം സ്പെക്ടക്കിൾസ് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, സ്പെക്ടക്കിൾസ് അല്ലെങ്കിൽ ഐ ഗ്ലാസ് എഴുതിയാലും കുഴപ്പമില്ല. ഐ ഗ്ലാസസ് ഓർ സ്പെക്ടക്കിൾസ് ഇങ്ങനെ വേണമെങ്കിലും എഴുതി. സ്പെക്ടക്കിൾസ് കേൾക്കുമ്പോൾ എന്താ സാധനം എന്ന് വിചാരിക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. സ്പെക്ക് എന്നൊക്കെ നമ്മൾ പറയും, സ്പെക്സ് എന്ന് പറയും, സ്പെക്ക് അല്ല സ്പെക്സ്. ഓക്കെ, അപ്പൊ ഐ ലെൻസ്, ഐ ഗ്ലാസ് ഒരു ആപ്ലിക്കേഷൻ ആണ്. പിന്നെ എന്താ ആപ്ലിക്കേഷൻ? ക്യാമറ, ടെലിസ്കോപ്പ്, ബൈനോക്കുലറോ, മൈക്രോസ്കോപ്പ് എല്ലാം എഴുതിക്കും. ക്യാമറ, ടെലിസ്കോപ്പ്, മൈക്രോസ്കോപ്പ്, ബൈനോക്കുലർ. ഓക്കെ, പിന്നെ മാഗ്നിഫൈങ് ഗ്ലാസ് എഴുതിക്കോ. മാഗ്നിഫൈങ് ഗ്ലാസ്, മാഗ്നിഫൈങ് ഗ്ലാസ്. ഓക്കെ, പിന്നെ ഏതാ? പീപ്പ് ഹോൾ ഉണ്ടല്ലോ, പീപ്പ് ഹോൾ. പിന്നെ ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്, ഫ്ലാഷ് ലൈറ്റ്. ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻ. ഐ ലെൻസ് ഏതാണ്? അതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഐ ലെൻസ് ഏത് ആർക്കും പറയാം? ഐയിലുള്ള ലെൻസ് കോൺകേവ് ആണോ കോൺവെക്സ് ആണോ എന്ന് ആർക്കും പറയാം? ഏത് ലെൻസാണ് നമ്മുടെ ഐയിലുള്ളത്? കോൺകേവ് ആണോ കോൺവെക്സ് ആണോ? അലീന പറഞ്ഞോ. കോൺവെക്സ്. ഐ ഗ്ലാസ് നമ്മൾ കോൺകേവ് കോൺവെക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് അടുത്ത ചാപ്റ്ററിൽ നമുക്ക് പഠിക്കും കേട്ടോ. അതുപോലെ ക്യാമറ, ടെലിസ്കോപ്പ് അതൊക്കെ ഈ പറയുന്ന പോലെ കമ്പൈൻഡ് ആയിട്ടൊക്കെയാണ്. അതുകൊണ്ട് അത് എഴുതണ്ട. മാഗ്നിഫൈങ് ഗ്ലാസ് എഴുതിക്കും. മാഗ്നിഫൈങ് ഗ്ലാസ് ഏത് ലെൻസ് യൂസ് ചെയ്യാം? അമീൻ ഷാജി, ഏത് ലെൻസ് യൂസ് ചെയ്യാം? മാഗ്നിഫൈങ് ഗ്ലാസ് മാഗ്നിഫൈങ് ഗ്ലാസ് വലുതായിട്ട് കാണുന്നു. ഏത് ലെൻസ് യൂസ് ചെയ്യാം?
വെക്സ് കോൺവെക്സ്. നമ്മൾ എന്തായാലും നോക്കി കാണുന്ന വിർച്വൽ ഇമേജ് ആണല്ലോ. അപ്പൊ വിർച്വൽ ഇമേജ് വലുതായിട്ട് കാണണമെങ്കിൽ അത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. ഇനി പീപ്പ് ഹോൾ. പീപ്പ് ഹോൾ ആർക്ക് പറയാം? പീപ്പ് ഹോളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണെന്ന് ആർക്ക് പറയാം? പീപ്പ് ഹോൾ, ഒളിഞ്ഞു നോക്കുന്ന ഹോൾ, പീപ്പ് ഹോൾ, അതിലെ ലെൻസ് ഏതാ? പറഞ്ഞോ, ആലേന പറഞ്ഞോ. കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ്. ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്യുന്ന ലെൻസ് ഏതാ? ആർക്ക് പറയാം? ഷബാന പറഞ്ഞോ. ഫ്ലാഷ് ലൈറ്റിൽ ഏത് ലെൻസാ? ലൈറ്റ് ഇങ്ങനെ ഡൈവേർജ് ചെയ്യണം അല്ലെ? ഫ്ലാഷ് ലൈറ്റ് എന്ന് പറയുമ്പോൾ അതിന് ഡൈവേർജ് ചെയ്യല്ലേ ചെയ്യാം. ഏത് ലെൻസ് ആയിരിക്കും? കോൺകേവ്. കോൺകേവ്. ഓക്കെ. ഇതൊക്കെയാണ് ലെൻസിന്റെ ആപ്ലിക്കേഷൻ വരിക. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ, രണ്ട് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. നമ്മൾ ഇടയ്ക്ക് ഒന്ന് വിട്ടിരുന്നു. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ റിഫ്രാക്ഷന്റെ കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച. അവിടെ അടുത്തൊരു ഹെഡിങ് എഴുതിക്കോ, അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. ഓക്കെ, കേട്ടിട്ടുണ്ട് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷനെ കുറിച്ച് ആരെങ്കിലും? കേട്ടിട്ടില്ല? നിങ്ങൾ നഴ്സറി പഠിക്കുമ്പോൾ ഒരു റൈമോ പാടിയിട്ടുണ്ടാവും. തലയൊക്കെ ഇങ്ങനെ ആട്ടിയിട്ട് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്നൊരു റൈം ഓർക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ, നമ്മൾ ഇനി ആ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷനിൽ പഠിക്കുന്നത് എന്തുകൊണ്ടാണ് സ്റ്റാർ ട്വിങ്കിൾ ചെയ്യുന്നത്, നക്ഷത്രങ്ങൾ എന്തുകൊണ്ടാണ് ട്വിങ്കിൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഫയറിന്റെ, അതായത് എന്തെങ്കിലുമൊക്കെ കത്തിച്ച് കഴിയുമ്പോഴേ നമ്മൾ അതിന്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ ആ ബേൺ ചെയ്യുന്ന അതിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു എയറിലൂടെ നോക്കുമ്പോൾ ഈ ഒബ്ജക്റ്റ് ഒക്കെ ഇങ്ങനെ ഫ്ലിക്കർ ചെയ്യുന്ന, ഒന്ന് പൊസിഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്ന കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും എപ്പോഴെങ്കിലൊക്കെ വെച്ച് കാണാം. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉള്ളവർ നിന്നോ, ബാക്കിയുള്ളവര് ലെഫ്റ്റ് ആയിക്കോ. ഓക്കെ, താങ്ക് യു സാർ. Thank you, sir. Thank you, sir. താങ്ക് യു സർ. അല്ലേന ചോദിച്ചു. സാർ, എനിക്ക് മറ്റേ എന്റെ ആൻസർ ഡയോപ്റ്ററാന്ന് അറിയായിരുന്നു. എന്റെ എന്താണ് സ്പീക്കറിലല്ലായിരുന്നു ഇട്ടിരുന്നത്, അതുകൊണ്ട് എനിക്ക് കേൾക്കണില്ലായിരുന്നു കുറച്ചു നേരം. അതെയോ? ഓക്കെ. താങ്ക് യു സർ.